ഓക്കെ, വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിങ്ങിൽ കുറച്ച് ബാക്കി വന്ന പോർഷനാണ്. അപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൂപ്സ് വരെയാണ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരെയാണ് അന്ന് ഇതാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് നെസ്റ്റഡ് ലൂപ്സ്. പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെസ്റ്റഡ് ഇഫ് പഠിച്ചതാണ്. നെസ്റ്റഡ് ഇഫ് എന്താണ്? ഇഫ് ആൻ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇസ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ഇഫ് സ്റ്റേറ്റ്മെന്റ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് നെസ്റ്റഡ് ഇഫ്. അതായത് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലൂപ്സിൻ്റെ കേസിൽ നെസ്റ്റിംഗ് പോസിബിൾ ആണ്. ലൂപ്സിൻ്റെ കേസിൽ എന്താണ് നെസ്റ്റിംഗ് എന്ന് വെച്ചാൽ, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനാണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലേസിംഗ് എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് നോൺ ആസ് നെസ്റ്റഡ് ലൂപ്പ്. ഇപ്പോൾ നോർമലി ലൂപ്സ് നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത്: വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. ഈ മൂന്ന് ലൂപ്സിലും ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലൂപ്പ് ഫോർ ലൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് നമുക്ക് ഒന്നുകൂടി പഠിക്കാൻ എളുപ്പം ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പിൻ്റെ നെസ്റ്റിംഗ് ആണ്. ഓക്കെ, അതായത് ഒരു ഫോർ ലൂപ്പിൻ്റെ ബോഡി മറ്റൊരു ഫോർ ലൂപ്പായി വരുമ്പോഴാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. എ ഫോർ ലൂപ്പ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ഫോർ ലൂപ്പ് ഈസ് നോൺ ആസ് നെസ്റ്റഡ് ഫോർ ലൂപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സിൻടാക്സിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഇനീഷ്യലൈസേഷൻ 1 എന്നാണ് കൊടുത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ഫോർ ലൂപ്പ് ഉള്ളതുകൊണ്ട് ഏത് ഫോർ ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇനീഷ്യലൈസേഷൻ 1 എന്ന് കൊടുത്തു. പിന്നെ സെമിക്കോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ 1, സെമിക്കോളൻ അപ്ഡേഷൻ 1. അപ്പോൾ ഒന്നാമത്തെ ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ റെഡി ചെയ്യും. ഇനി ഈ ഫോർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പാണ് ഇത്രയും ഭാഗം. അതായത് ഈ കേളി ബ്രേസ്, സ്റ്റാർട്ടിങ് കേളി ബ്രേസ് മുതൽ ഈ എൻഡിങ് കേളി ബ്രേസ് വരെയുള്ള ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നത് മുഴുവനും, അതായത് ഈ എഴുതിയതൊക്കെ ഈ ഒന്നാമത്തെ ഫോർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് ബോഡി ഓഫ് ദി ലൂപ്പിൽ എന്താ വന്നിട്ടുള്ളത് നോക്കാം. എഗെയിൻ ഫോർ, അടുത്ത ലൂപ്പ്, മറ്റൊരു ലൂപ്പ് ഫോർ എന്ന് വെച്ച് തുടങ്ങി ഇനീഷ്യലൈസേഷൻ 2. ഓക്കെ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ 2, അപ്ഡേഷൻ 2. അതായത് ഇത് 2 എന്ന് കൊടുക്കാൻ കാര്യം ഇത് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഭാഗങ്ങളാണ്. ഇനീഷ്യലൈസേഷൻ 2, ടെസ്റ്റ് എക്സ്പ്രഷൻ 2, അപ്ഡേഷൻ 2. ഇനി ഇവിടുന്ന് ഈ കേളി ബ്രേസ് സൂചിപ്പിക്കുന്നത് സെക്കൻഡ് ലൂപ്പിൻ്റെ, ഇന്നർ ലൂപ്പിൻ്റെ ബോഡിയാണ്, ബോഡി ഓഫ് ദി ലൂപ്പാണിത്. അതിലെന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്നത് ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ വരുന്നത് രണ്ടാമത്തെ ഫോർ ലൂപ്പിൻ്റെ ബോഡിയാണ്. അപ്പോൾ ഇതിൽ ഈ ആദ്യം എഴുതിയ ഫോർ ലൂപ്പിനെയാണ് നമ്മൾ ഔട്ടർ ലൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, ഔട്ടർ ലൂപ്പ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എൻക്ലോസിംഗ് ലൂപ്പ്. രണ്ട് പേരുകളുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് എൻക്ലോസിംഗ് ലൂപ്പ് ഓർ ഔട്ടർ ലൂപ്പ്. ഈ രണ്ടാമത് എഴുതിയ ഫോർ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ ലൂപ്പ് ഓർ നെസ്റ്റഡ് ലൂപ്പ്. ഇതിനെ വിളിക്കുന്നതാണ് ഒന്നുകിൽ ഇന്നർ ലൂപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് വരാം. അപ്പോൾ ഈ ലൂപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഇനീഷ്യലൈസേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക.
ഈ ഇനീഷ്യലൈസേഷൻ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. അതിന് ഞാൻ 1 എന്ന് നമ്പർ കൊടുത്തു. ഒന്നാമത്തെ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം അടുത്തത് നടക്കുന്നതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എക്സിക്യൂട്ടഡ് ആവും. അതായത് ഈ ഇനീഷ്യലൈസ് ചെയ്ത വേരിയബിൾ വെച്ചിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നേരെ എവിടേക്ക് പോകും? ഈ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് കയറും. അതായത് കേളി ബ്രേസിൻ്റെ ഉള്ളിലുള്ള ഈ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ മൂന്നാമത് നടക്കുക എന്താണ്? ഈ ഇന്നർ ഫോർ ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷനാണ് നടക്കുക. ഇനീഷ്യലൈസേഷൻ 2 ആണ് മൂന്നാമത് നടക്കുക. ഓക്കെ, നാലാമത് നടക്കുക ഈ ഇന്നർ ഫോർ ലൂപ്പിൻ്റെ തന്നെ ടെസ്റ്റ് എക്സ്പ്രഷനാണ് നടക്കുക. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 നടക്കും. ഇനി ഇത് ട്രൂ ആണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണെങ്കിൽ ഈ ലൂപ്പിൻ്റെ, ഈ ഇന്നർ ഫോർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വന്നു. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നോരോന്നായിട്ട് എക്സിക്യൂട്ടഡ് ആവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, അങ്ങനെ വന്നു. ഇവിടുന്ന് പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് എവിടേക്കാണ്? ഈ അപ്ഡേഷൻ ടൂളിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊരു നമ്പർ കൊടുക്കാം. ഈ ബോഡി ഓഫ് ദി ലൂപ്പിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന്, ഇതിപ്പോൾ 4 അല്ലേ, ഇതാണ് 5ാമത് നടക്കുക. ഓക്കെ, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുക ഇവിടേക്കാണ്, അപ്ഡേഷൻ ടൂളിലേക്കാണ്. അത് 6. ഇത് കഴിഞ്ഞ് നടക്കുന്ന സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഈ ഇന്നർ ലൂപ്പിലെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്തു, അടുത്ത വാല്യൂലേക്ക് പോയി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അപ്ഡേഷൻ 2 കഴിഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് വരിക, ഈ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ഇത് ട്രൂ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് ഇത് വർക്ക് ചെയ്യും. 5th സ്റ്റെപ്പ്. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 6th സ്റ്റെപ്പിൽ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫാൾസ് ആവുന്നത് വരെ. ക്ലിയർ? ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫാൾസ് ആവുന്നത് വരെ വർക്ക് ചെയ്യും. ഇത് ഫാൾസ് ആയി കഴിഞ്ഞാൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫാൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ പോയവരൊക്കെയാണ് ഈ അപ്ഡേഷൻ 1ലേക്കാണ് പോകുക. ഓക്കെ, അതായത് ആദ്യത്തെ ഫോർ ലൂപ്പ് ഇല്ലേ, ഔട്ടർ ഫോർ ലൂപ്പ്, അതിൻ്റെ അപ്ഡേഷനിലേക്ക് പോയി. അപ്പോൾ ഈ ഇത് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് നെക്സ്റ്റ് 7th സ്റ്റെപ്പ്. ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ 1ലേക്ക് വന്നു. ഇത് ട്രൂ ആണ് നോക്കും. ഇത് ട്രൂ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്തു? ഇതിപ്പോൾ 2 അല്ലേ, ഇനീഷ്യലൈസേഷൻ 2ലേക്ക് വന്നു. പിന്നെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ വീണ്ടും ഇത് വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്തത് ഫാൾസ് ആകുമ്പോൾ വീണ്ടും ഇവിടേക്ക് തന്നെ പോയി, പിന്നെ വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ പ്രാവശ്യം ഈ ഇന്നർ ഫോർ ലൂപ്പിലേക്ക് ഒരു പ്രാവശ്യം കയറിക്കഴിഞ്ഞാൽ, പ്രോഗ്രാം കൺട്രോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫാൾസ് ആവുന്നത് വരെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ ഇവിടേക്ക് പോകുള്ളൂ, ഔട്ടർ ഫോർ ലൂപ്പിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ക്ലോക്ക് ഉണ്ടല്ലോ. ഈ ക്ലോക്കിലുള്ള 2 സൂചികൾ നമുക്കിവിടെ ഇതിൻ്റെ ഏകദേശം ഇതുപോലെയുള്ള വർക്കിംഗ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ക്ലോക്കിലുള്ള 2 സൂചികൾ, ഒന്ന് മിനിറ്റ് ഹാൻഡ്. മിനിറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, അത് ഒന്ന് നീങ്ങണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എത്ര പ്രാവശ്യം പോകണം? സെക്കൻഡ് സൂചി 1 തുടങ്ങി 2, 3, 4, 5 അങ്ങനെ പോയിട്ട് 12 എത്തണം. 12 എത്തുമ്പോഴാണ് മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യുക? ഒന്ന് നീങ്ങുക. പിന്നെ വീണ്ടും മിനിറ്റ് ഹാൻഡ് നീങ്ങണമെങ്കിൽ സെക്കൻഡ് സൂചി വീണ്ടും 12 പ്രാവശ്യം ഉണ്ടാവണം അല്ലേ? അങ്ങനെ ആ സെക്കൻഡ് സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും മൂവ്മെൻറ്റ് പോലെയാണ് ഇവിടെ. അതായത് ഇവിടെ മിനിറ്റ് സൂചിക്ക് പകരമാണ് ഈ ആദ്യത്തെ ഫോർ ലൂപ്പ്. ഇതിലേക്ക് ആദ്യം കയറി പിന്നെ വീണ്ടും ഇതിലേക്ക് എപ്പോഴാണ് എത്തുക? ഇത് കഴിഞ്ഞാലല്ലേ എത്തുള്ളൂ. ഇതിൻ്റെ എക്സിക്യൂഷൻ മുഴുവൻ തീർന്നു കഴിഞ്ഞാലേ പിന്നെ ഇവിടേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് സൂചിയുടെ വർക്കിംഗ് ആണ്. സെക്കൻഡ് സൂചി ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 12 വരെ എത്തുക എന്നുള്ള പോലെയാണ് ഇവിടെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ വീണ്ടും മിനിറ്റ് സൂചി നീങ്ങുന്ന പോലെയാണ് ഇവിടെ അപ്ഡേഷൻ ചെയ്തിട്ട് ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരുന്നത്. അപ്പോൾ സിൻടാക്സും വർക്കിങ്ങും ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം.
അപ്പോൾ ഇവിടെ 2 ഫോർ ലൂപ്പ് ഉള്ളത് കൊണ്ട് നോർമലി ഒരു ഫോർ ലൂപ്പിൽ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടാവാറുണ്ടല്ലോ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് അതിന് പറയുക. ഇവിടെ 2 ഫോർ ലൂപ്പ് ഉള്ളത് കൊണ്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് എത്ര എണ്ണം വേണം? 1 പോരാ. എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. വി നീഡ് 2 ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഡിക്ലെയർ ചെയ്യാം. രണ്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് ഇൻറ്റിജർ ടൈപ്പ് ഇൻറ്റ് ഐ കോമ ജെ. ഐ എന്ന് പറയുന്നത് ഔട്ടർ ഫോർ ലൂപ്പ്, ആദ്യം തുടങ്ങുന്ന ഫോർ ലൂപ്പിനുള്ളതാണ്. ജെ എന്ന് പറയുന്നത് ഇന്നർ ഫോർ ലൂപ്പിനുള്ളതാണ്. ഇനി നമുക്ക് ലൂപ്പ് എഴുതി നോക്കാം. ആദ്യം 4 എന്നുള്ള കീവേഡ് എഴുതി, പിന്നെ ഇനീഷ്യലൈസേഷൻ 1 ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു 1. ഐക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുത്തു, 1 എന്നുള്ള വാല്യൂ കൊടുത്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ഒന്നാമത്തെ ലൂപ്പ് റെഡി. ഇതാണ് ഇനീഷ്യലൈസേഷൻ 1, ഇത് ടെസ്റ്റ് എക്സ്പ്രഷൻ 1, ഇത് അപ്ഡേഷൻ 1. ഇത് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യേണ്ട ലൂപ്പാണ്? 3 പ്രാവശ്യം. 1 മുതൽ 3 വരെയാണ്. അപ്പോൾ 1 2 3 3 പ്രാവശ്യം വർക്ക് ചെയ്യേണ്ട ലൂപ്പാണ്. ഇനി ഈ ലൂപ്പിൻ്റെ ബോഡി നോക്കാം. ബോഡി ഓഫ് ദി ലൂപ്പ് എന്താണെന്നുള്ളത് നോക്കാം. 4 അടുത്ത വേരിയബിൾ ഏതാണ്? ജെ ആണ്. 4 ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ജെ പ്ലസ് പ്ലസ്. അപ്പോൾ രണ്ടാമത്തെ ഫോർ ലൂപ്പ് നമ്മൾ എഴുതി. രണ്ടാമത്തെ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യാനുള്ളതാണ്? 2 ടൈംസ്. ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബോഡിയിൽ എന്താ നോക്കാം. ബോഡി ഓഫ് ദി ലൂപ്പ്. ഇങ്ങനെ വരും. ഇത് ഇന്നർ ലൂപ്പാണ്. ഇന്നർ ലൂപ്പിൻ്റെ ബോഡി ഇതാണ്. ബോഡി ഓഫ് ദി ലൂപ്പ് ഇതാണ്. സി ഔട്ട് ഐ ആൻഡ് ജെ. ഐയും ജെയും പ്രിൻ്റ് ചെയ്യാം. ഒരു സ്ലാഷ് തന്നെ ഉണ്ട് അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇതിവിടെ ക്ലോസ് ചെയ്തു. ഈ ലൂപ്പ് ഇതിൻ്റെ ഓപ്പണിംഗ് കേളി ബ്രേസിൻ്റെ ക്ലോസിങ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് വരാം. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? 2 വേരിയബിൾസ് അല്ലേ? ഈ 2 വേരിയബിൾസിൻ്റെയും വാല്യൂസ് നമുക്കിവിടെ നോട്ട് ചെയ്യാം. ഐ ജെ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ്. അപ്പോൾ തുടക്കത്തിൽ വാല്യൂസ് ഒന്നുമില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഐ ഈക്വൽ ടു 1. അപ്പോൾ ഐ എത്രയായി? ഐ 1 ആയി. ഓക്കെ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വന്നു, അതായത് രണ്ടാമത്തെ ഫോർ ലൂപ്പിലേക്ക് വന്നു. രണ്ടാമത്തെ ഫോർ ലൂപ്പിൽ എന്താ പറയുന്നത്? ജെ ഈക്വൽ ടു 1. അപ്പോൾ ജെ 3, ജെയും 1 ആയി. ഇപ്പോൾ ഐയും ജെയും 1 ആണ്. ഇനി ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. ജെ എത്രയാണ്? ജെ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു. ഓക്കെ, ബോഡി ഓഫ് ദി ലൂപ്പിൽ എന്താ പറയുന്നത്? സി ഔട്ട് ഐ ആൻഡ് ജെ. ദാറ്റ് ഈസ് ഐ എത്രയാണ്? ഐ ഇവിടെ 1 ആണ്. പിന്നെ ആൻഡ് എന്ന് പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് ജെ ആണ്. ജെ എത്രയാണ്? 2. സോറി, ജെ ഈസ് ഓൾസോ 1. ഓക്കെ, 1 ആൻഡ് 1 ആൻഡ് 1 പ്രിന്റ് ചെയ്തു. ഇത്രയും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് സ്ലാഷ് എൻ വർക്ക് ചെയ്തു. നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. നെക്സ്റ്റ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തീർന്നില്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ പോവുക എവിടേക്കാണ്? ഇതിൻ്റെ അപ്ഡേഷൻ പാർട്ടിലേക്കാണ് പോവുക. ജെ പ്ലസ് പ്ലസ്. ജെ 3, ജെ 2 ആയി. ഓക്കെ, ജെ 2 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെക്ക് ചെയ്യണം. ഇവിടെ നേരെ ഇവിടേക്ക് വരാം, ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരാം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.
2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ കണ്ടീഷൻ ഇപ്പോഴും എന്താണ്, ഇപ്പോഴും ട്രൂ ആണ്. കണ്ടീഷൻ ഇപ്പോഴും ട്രൂ ആകുമ്പോൾ നേരെ വീണ്ടും ഇവിടേക്ക് വന്നു, ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു സി ഔട്ട് ഐ ആൻഡ് ജെ. ദാറ്റ് ഈസ് ഇപ്പോൾ ഐക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ഐക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ഐയിൽ മാറ്റം വരണമെങ്കിൽ ഇവിടേക്ക് എത്തണം, ഐ പ്ലസ് പ്ലസിലേക്ക് എത്തണം. അവിടേക്ക് നമ്മൾ എപ്പോഴും എത്തുള്ളൂ, ഇവിടെ ഇത് ഫാൾസ് ആകുമ്പോഴേ പോകുള്ളൂ. ഇവിടെ എപ്പോഴും ട്രൂ ആയി നിൽക്കുന്നതുകൊണ്ട് ഐ പഴയ വാല്യൂയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് വന്നു, 1 and 2 വന്നു, 1 and 2. ഇനി വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ ഈ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെ പ്ലസ് പ്ലസ് ചെയ്തു. അപ്പോൾ ജെ 3 ആയി. ഓക്കെ, ജെ 3 ആകുമ്പോൾ വീണ്ടും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇപ്പോൾ കണ്ടീഷൻ എന്താണ്, കണ്ടീഷൻ ഫാൾസ് ആയി. ഇപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയപ്പോൾ നോർമലി പിന്നെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരില്ല, പിന്നെ എവിടേക്ക് പോവാം, പിന്നെ നേരെ ഇവിടേക്ക് വരും. അതായത് അപ്ഡേഷൻ 1ലേക്ക് പോയി, അപ്ഡേഷൻ 1ലേക്ക് പോയി. ഇവിടെ ഐ പ്ലസ് പ്ലസ് ആണ് പറയുന്നത്. ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എത്രയും ഐ ഇപ്പോൾ 2 ആയി. ഓക്കെ, ഐ 2 ആയി. ഐ 2 ആയി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്തു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് വരാം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്തു, ബോഡി ഓഫ് ദി ലൂപ്പിൽ വീണ്ടും വരും. ബോഡി ഓഫ് ദി ലൂപ്പിൽ വരിക എന്ന് വെച്ചാൽ ഈ ഫോർ ലൂപ്പിലേക്ക് വന്നു, ഈ ഫോർ ലൂപ്പിൽ വന്നു. ഈ ഫോർ ലൂപ്പിൽ വന്നാൽ ജെ ആദ്യം എത്ര ഇട്ടാണ് നിൽക്കുന്നത്, ഇപ്പോൾ ലാസ്റ്റ് വാല്യൂ എത്രയാണ്, 3ലാണ് നിന്നിരുന്നത് ജെ. ആ 3 മാറ്റിയിട്ട് ജെ വീണ്ടും എത്രയിലേക്ക് എത്തിച്ചു, 1ലേക്ക് എത്തിച്ചു. സോ ജെ ഈസ് അഗെയിൻ 1. ഓക്കെ, ഇനി ഇവിടെ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ജെ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 നോക്ക്, ചെക്ക് ചെയ്തു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ എന്താണ്, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നേരെ അകത്ത് വന്നു സി ഔട്ട് ഐ ആൻഡ് ജെ സ്ലാഷ്. ദാറ്റ് ഈസ് ഇപ്പോൾ 2 ആണ്, ഐ 2 ആണ്. 2 and 1 എന്ന് പ്രിന്റ് ചെയ്തു. ഇനി ജെ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ ജെ 3 ജെ 2 ആയി. ജെ 2 ആയി കഴിഞ്ഞാൽ വീണ്ടും നോക്കി ഇവിടെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ ഇവിടെ വന്നു സി ഔട്ട് ഐ ആൻഡ് ജെ. ദാറ്റ് ഈസ് 2 and 2 എന്ന് പ്രിന്റ് ചെയ്തു. അഗെയിൻ ജെ പ്ലസ് പ്ലസ് ജെ 3 ആയി. വീണ്ടും നോക്കുന്നു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ എന്താണ്, കണ്ടീഷൻ ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആയി പിന്നെ ഇവിടേക്ക് വരില്ല, പിന്നെ നേരെ പോവുക ഐ പ്ലസ് പ്ലസിലേക്കാണ്. അപ്പോൾ ഐ 3 ആയി. ഓക്കെ, ഐ 3 ആയി. ഐ 3 ആയി കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ പോലെ തന്നെ ഇവിടെ ചെക്ക് ചെയ്തു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു. അതായത് ജെ 3യിൽ നിന്നിരുന്ന ജെ വീണ്ടും എത്രയിലേക്ക് എത്തി, 1ലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജെ ഇപ്പോൾ 3 ആണ്, ഐ 3 ആണ്, ജെ 1 ആണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ 1 വന്നു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയി. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് സി ഔട്ട് ഐ ആൻഡ് ജെ. ദാറ്റ് ഈസ് ഐ ഇപ്പോൾ എത്രയാണ്, 3 ആണ്, ജെ 1 ആണ്. 3 and 1 പ്രിന്റ് ചെയ്തു. അഗെയിൻ ജെ പ്ലസ് പ്ലസ് ചെയ്തു. ജെ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ ജെ 2 ആയി. 2 ആകുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഐ ആൻഡ് ജെ എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു, 3 and 2 തോന്നുന്നു. ഓക്കെ, 3 and 2 തോന്നുന്നു. ഇനി വീണ്ടും ജെ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ ജെ 3 ആയി. ജെ 3 ആകുമ്പോൾ ഇവിടെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ നേരെ ഇവിടേക്ക് വരിക ഐ പ്ലസ് പ്ലസ്. ഐ എത്രയായി, ഐ നേരത്തെ എത്രയായിരുന്നു, 3 ആയിരുന്നു. ലാസ്റ്റ് വാല്യൂ ഓഫ് ഐ ഈസ് 3. ഇപ്പോൾ ഐ എത്രയായി, ഐ നൗ ദ വാല്യൂ ഓഫ് ഐ ഈസ് 4. ദാറ്റ് ഈസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ കണ്ടീഷൻ എന്തായി, ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആവുന്നതോടുകൂടി ഈ ഇവിടുന്ന് നേരെ ഇവിടേക്കാൻ വരിക, ഈ കേളി ബ്രേസിൽ, ഈ എൻഡിങ് കേളി ബ്രേസിലേക്ക് വന്നു. അപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്, 1 and 1, 1 and 2, 2 and 1, 2 and 2, 3 and 1, 3 and 2. ഓക്കെ, ഇതാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പിൻ്റെ വർക്ക്. അപ്പോൾ ആദ്യം ഔട്ടർ ഫോർ ലൂപ്പിൽ നിന്ന് തുടങ്ങി ഇന്നർ ഫോർ ലൂപ്പിൽ കയറി, പിന്നെ ഇന്നർ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷമേ എവിടേക്ക് പോകുള്ളൂ, ഔട്ടർ ഫോർ ലൂപ്പിലേക്ക് വരും. വീണ്ടും ഔട്ടർ ഫോർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ഇന്നർ ഫോർ ലൂപ്പിൽ വന്നു, വീണ്ടും ഇത്
ഫാൾസ് ആവുന്നവർ വരെ വർക്ക് ചെയ്യും, എഗെയിൻ ഔട്ടർ ഫോർ ലൂപ്പിലേക്ക് പോകും. ഈ പ്രോസസ്സ് ഇതിങ്ങനെ വർക്ക് ചെയ്യും. ഇതാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഓക്കെ, അതിൻ്റെ വർക്ക് ചെയ്യും. ഇവിടെ എത്ര പ്രാവശ്യം ഔട്ട്പുട്ട് കിട്ടി? 1 2 3 4 5 6 ടൈംസ് കിട്ടിയില്ലേ? അത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഔട്ടർ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? ഔട്ടർ ഫോർ ലൂപ്പ് കൂടെ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 3 ടൈംസ് വർക്ക് ചെയ്യും. ഇന്നർ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? j ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2 ടൈംസ് വർക്ക് ചെയ്യും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 2 ഈക്വൽ ടു 6. അപ്പോൾ മൊത്തം ഈ രണ്ട് ലൂപ്പുകളും എത്ര തവണ വർക്ക് ചെയ്തു? ഈ രണ്ട് ലൂപ്പും കൂടി 6 ടൈംസ് വർക്ക് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് 6 ലൈനിലായിട്ട് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വേറൊരു ചെറിയ പ്രോഗ്രാം കൂടി നോക്കാം. ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ സ്റ്റാർ പ്രിന്റ് ചെയ്യണം. ഈ സ്റ്റാറുകൾ പ്രിന്റ് ചെയ്യണം. അതാണ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്നാമത്തെ വരിയിൽ ഫസ്റ്റ് റോയിൽ എത്ര സ്റ്റാർസ് ഉള്ളത്? ഒരു സ്റ്റാർ ഉള്ളു. സെക്കൻഡ് റോയിൽ 2 സ്റ്റാർ ഉണ്ട്. തേർഡ് റോയിൽ 3 സ്റ്റാർസ് ഉണ്ട്. ഫോർത്ത് റോയിൽ 4 സ്റ്റാർ. ഫിഫ്ത്ത് റോയിൽ 5 സ്റ്റാർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആദ്യത്തെ ഫോർ ലൂപ്പ്, അതായത് ഔട്ടർ ഫോർ ലൂപ്പ് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ നമ്പർ ഓഫ് റോസ് ആണ്. എത്ര റോസ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര റോസ് ക്രിയേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയാണ് ആദ്യത്തെ ഫോർ ലൂപ്പ് എഴുതുക. അപ്പോൾ എത്ര റോസ് ഉണ്ട്? ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്താൽ കിട്ടും. 1 2 3 4 5 5 റോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫോർ ലൂപ്പ് എന്തിനുള്ളതാണ്? ടു പ്രിന്റ് ദ നമ്പർ ഓഫ് റോസ്. അപ്പോൾ അത് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? അത് 5 ടൈംസ് വർക്ക് ചെയ്യണം അല്ലേ? ഇനി ഓരോ റോയിലും എത്ര സ്റ്റാർ വെച്ചിട്ടുണ്ട് നോക്കാം. ഫസ്റ്റ് റോയിൽ നമ്മൾ നോക്കുമ്പോൾ 1 സ്റ്റാർ ഉണ്ട്. സെക്കൻഡ് റോ നോക്കുമ്പോൾ 2 സ്റ്റാർ ഉണ്ട്. തേർഡ് റോയിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. ഫോർത്ത് റോയിൽ 4 ഉണ്ട്. ഫിഫ്ത്ത് റോയിൽ 5 സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ മാറി മാറി വരണം. ഓരോ റോ കഴിയുമ്പോഴും സ്റ്റാർസിൻ്റെ എണ്ണം കൂടണം, ഒന്ന് വെച്ച് കൂടണം. അപ്പോൾ അത് സ്റ്റാറുകൾ പ്രിന്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഫോർ ലൂപ്പ് ഈ റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സെക്കൻഡ് ഫോർ ലൂപ്പ് ഈ ഓരോ റോയിലും എത്ര സ്റ്റാർസിനെ പ്രിന്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് സെക്കൻഡ് ഫോർ ലൂപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് നേരത്തെ പോലെ തന്നെ നമുക്ക് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് i, j. ഫസ്റ്റ് ഫോർ ലൂപ്പ് ഫോർ i = 1. എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? എത്ര റോ ഉണ്ട്? 5 റോസ് അല്ലേ? അപ്പോൾ എങ്ങനെ വരും? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 5 അല്ലേ? i പ്ലസ് പ്ലസ് i = 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, i പ്ലസ് പ്ലസ്. കേളി ബ്രേസ് ഓപ്പൺ ചെയ്യും. ഇനി രണ്ടാമത്തെ ഫോർ ലൂപ്പ് ഫോർ j = 1. j 1 എന്ന് തുടങ്ങാം. ഇനി നോക്കാം, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതുന്നുള്ളതാണ്. രണ്ടാമത്തെ ഫോർ ലൂപ്പ് എന്തിനാണെന്ന് പറഞ്ഞത്? ഈ സ്റ്റാർസ് ഇങ്ങനെ പ്രിന്റ് ചെയ്യാനല്ലേ. അപ്പോൾ ഒന്നാമത്തെ റോ നോക്കുകയാണെങ്കിൽ, അതായത് i 1 ആയിരിക്കുന്ന സമയത്ത്, ഐയുടെ വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് റോയിലാണ് നിൽക്കുന്നത്. ഈ ഫസ്റ്റ് റോയിലാവുന്ന സമയത്ത് എത്ര സ്റ്റാർ വേണം? ഒറ്റ സ്റ്റാർ മതി. ഇനി i ഇവിടെ ഇൻക്രിമെന്റ് ചെയ്ത് 2 വരുന്ന സമയത്തോ, അപ്പോൾ എത്ര? രണ്ടാമത്തെ റോയിലേക്ക് പോകണല്ലോ. രണ്ടാമത്തെ റോയിലാകുമ്പോൾ 2 സ്റ്റാർ വേണം. പിന്നെ i മൂന്നാമത്തേതാവുമ്പോൾ 3 സ്റ്റാർ വേണം. i 4 ആവുമ്പോൾ 4 സ്റ്റാർ വേണം. i 5 ആവുമ്പോൾ 5 സ്റ്റാർ വേണം. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെ വരും? j ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അവിടെ എന്താ വരിക? അവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
എല്ലാ റോയിലും എത്ര സ്റ്റാർ വെച്ച് പ്രിന്റ് ചെയ്യും? 2 സ്റ്റാർ പ്രിന്റ് ചെയ്യും. കാരണം ഈ സെക്കൻഡ് ഫോർ ലൂപ്പ് ഞാൻ പറഞ്ഞു സ്റ്റാർസ് പ്രിന്റ് ചെയ്യാനുള്ളതാണ്. എത്ര സ്റ്റാർ വെച്ച് പ്രിന്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ലൂപ്പാണിത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയ വാല്യൂ കൊടുത്താൽ അത്രയും സ്റ്റാർസ് ആയിരിക്കും എല്ലാ റോയിലും പ്രിന്റ് ചെയ്യാം. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒന്നാമത്തെ റോയിൽ 1 പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ, രണ്ടാമത്തെ റോയിൽ 2 പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ, മൂന്നാമത്തെ റോയിൽ 3 പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കൂടി വരണം. അപ്പോൾ ഇവിടെ എന്ത് വേണം? ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ കൊടുക്കുക? ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്താൽ ശരിയാവില്ലേ? കാരണം ഈ ഐ എന്ന് പറയുന്ന വേരിയബിളിൽ ആദ്യം 1 ആയിരിക്കും, പിന്നെ എത്രയായിരിക്കും? പ്ലസ് ചെയ്യുമ്പോൾ 2 വരും, പിന്നെ പ്ലസ് ചെയ്യുമ്പോൾ 3 വരും, പിന്നെ പ്ലസ് ചെയ്യുമ്പോൾ 4 വരും, പിന്നെ പ്ലസ് ചെയ്യുമ്പോൾ 5 വരും. അപ്പോൾ 1 2 3 4 5 അങ്ങനെ 5 വാല്യൂസും അങ്ങനെ വ്യത്യസ്തമായിട്ട് വരും. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി ഐ 1 ആകുമ്പോൾ 1 സ്റ്റാർ, ഐ 2 ആകുമ്പോൾ 2 സ്റ്റാർ, ഐ 3 ആകുമ്പോൾ 3 സ്റ്റാർ, ഐ 4 ആകുമ്പോൾ 4 സ്റ്റാർ, ഐ 5 ആകുമ്പോൾ 5 സ്റ്റാർ. അതുകൊണ്ടാണ് നമ്മളിവിടെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തത്. ജെ പ്ലസ് പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ സി ഔട്ട് എന്താ പറയുക? സ്റ്റാറിൽ പ്രിന്റ് ചെയ്യേണ്ടത് ഡബിൾ കൊട്ടേഷനിൽ സ്റ്റാർ. ഓക്കെ, ഇവിടെ അത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ അത് ക്ലോസ് ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐ ജെ രണ്ടിൻ്റെ വാല്യൂസ് നോക്കാം. ഐ എത്രയാണ്? 1. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നേരെ ഇന്നർ ലൂപ്പിൽ വന്നു. ഇന്നർ ലൂപ്പിൽ വരുമ്പോൾ 4 ജെ ഈക്വൽ ടു 1. അപ്പോൾ ജെ 3 ജെ 1. അപ്പോൾ ഐയും ജെയും ഇപ്പോൾ എത്രയാണ്? 1 ആണ്. ജെ 1 ആവുന്ന സമയത്ത് ഇവിടെ കണ്ടീഷൻ നോക്കുകയാണ്. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ശരിയല്ലേ? ഐയും ജെയും എത്രയാണ്? 1 ആണ്. ഐയും ജെയും 1 ആയതുകൊണ്ട് ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് കണ്ടീഷൻ വരിക. കണ്ടീഷൻ ഇങ്ങനെ വന്നതുകൊണ്ട് ട്രൂ ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആയാൽ നേരെ എവിടേക്കാണ് പോവാം? ഈ ബോഡി ഓഫ് ദി ലൂപ്പിലെ വരാം. ബോഡി ഓഫ് ദി ലൂപ്പിൽ എന്താണ്? സി ഔട്ട് സ്റ്റാർ. അപ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യാനുള്ള ഇതാണ് പറയുന്നത്, കമാൻഡ് പറയുന്നത്. ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു, സ്ക്രീനിൽ എന്ത് ചെയ്തു? ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോവാ എവിടേക്കാണ്? ജെ പ്ലസ് പ്ലസിലേക്കാണ് പോവുക. ഓക്കെ, ജെ പ്ലസ് പ്ലസിൽ പോയി കഴിഞ്ഞാൽ ജെ എത്രയായി? ജെ 2 ആയി. ജെ 2 ആയി. ജെ 2 ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കണ്ടീഷൻ നോക്കുകയാണ്. ദാറ്റ് ഈസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഫാൾസ്. കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നേരെ ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നേരെ ഇവിടേക്കാണ് പോവുക, ഐ പ്ലസ് പ്ലസിലേക്കാണ് പോവുക. ഓക്കെ, ഐ പ്ലസ് പ്ലസിൽ പോയി. അപ്പോൾ ഐ എത്രയും? ഐ ഇപ്പോൾ 2 ആയി. ഈ സമയത്ത് ഐ 1 തന്നെയാണ് കേട്ടോ. ഈ 2 ആയ സമയത്ത് ഐ 1 തന്നെയാണ്. ഐ 2 ആയി. ഐ 2 ആയി കഴിഞ്ഞാൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇതല്ലേ? ഇവിടുന്ന് കഴിഞ്ഞാൽ നേരെ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്കാണ് വരിക. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താണ്? ഇപ്പോഴും ട്രൂ ആണ്. കാരണം 2 5നേക്കാളും ചെറുതാണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നേരെ ബോഡി ഓഫ് ദ ലൂപ്പിൽ വന്നു. ബോഡി ഓഫ് ദ ലൂപ്പിൽ എന്താണ്? 4 ജെ ഈക്വൽ ടു 1. ജെ നേരത്തെ എത്രയായിരുന്നു? ലാസ്റ്റ് വാല്യൂ ഓഫ് ജെ ഈസ് 2. അപ്പോൾ ആ 2 മാറിയിട്ട് ജെ വീണ്ടും 1 ആക്കി. ജെ വീണ്ടും 1ലേക്ക് വന്നു. ഇനി ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യണം. ജെ 1 ആയി കഴിഞ്ഞാൽ ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എത്ര വരികയാണ്? ഇവിടെ ഐ ആണ് വരേണ്ടത്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാണല്ലോ. അവിടെ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നേരെ ഇവിടെ വന്നു, സി ഔട്ട് സ്റ്റാർ. അപ്പോൾ ഇതേ ലൈനിൽ ഒരു സ്റ്റാറും കൂടി പ്രിന്റ് ചെയ്യും. അങ്ങനെയാണോ നമുക്ക് വേണ്ടത്? നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഈ സ്റ്റാർ എവിടെ പ്രിന്റ് ചെയ്യണം? അടുത്ത ലൈനിലാണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ?
അപ്പോൾ നമ്മളൊരു സ്ലാഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഒരു സ്ലാഷൻ ഇവിടെ കൊടുക്കാത്തത് കൊണ്ടാണ് അതേ ലൈനിൽ തന്നെ നെക്സ്റ്റ് സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത്. ശരിക്കും ഈ സ്റ്റാർ അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യേണ്ട സ്റ്റാറാണ്. അപ്പോൾ ഒരു സ്ലാഷൻ ഇവിടെ കൊടുക്കണം. സ്ലാഷൻ എവിടെ നമ്മൾ കൊടുക്കുക? ഈ ഇന്നർ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് അടുത്ത അപ്ഡേഷനിൽ I++ലേക്ക് പോകുന്നതിന് മുമ്പായി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൂടി കൊടുക്കുക. സി ഔട്ട് സ്ലാഷ് എന്നുള്ളത് ഔട്ടർ ഫോർ ലൂപ്പിലേക്ക്, അതായത് ഇന്നർ ഫോർ ലൂപ്പിന്റെ ബോഡി കഴിഞ്ഞാൽ, ഇന്നർ ഫോർ ലൂപ്പിന്റെ ബോഡി എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുന്ന ഇത്രയും ഭാഗമാണ് ഇന്നർ ഫോർ ലൂപ്പിന്റെ ബോഡി. ഇത് കഴിഞ്ഞ് ഔട്ടർ ഫോർ ലൂപ്പിലേക്ക് നമ്മൾ വീണ്ടും പോകുമല്ലോ. ആ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇവിടെ റെഡിയായി നിൽക്കണം. അടുത്ത ലൈനിലൂടെ റെഡിയായി നിൽക്കണം. നെക്സ്റ്റ് സ്റ്റാർ നെക്സ്റ്റ് ലൈനിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കണം. കേഴ്സർ അവിടെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇവിടെ സ്ലാഷനുള്ള സ്ഥിതിക്ക് ഈ സ്റ്റാർ എവിടെ പ്രിന്റ് ചെയ്യുള്ളൂ? ഈ ലൈനിൽ പ്രിന്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ J++ ചെയ്യും. അപ്പോൾ J3, J2 I ആ സമയത്ത് 2 തന്നെയാണ്. ഐക്ക് മാറ്റം വന്നിട്ടില്ല. I2, J2I. J2I കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്തു? ഇവിടെ ചെക്ക് ചെയ്തു. 2 <= 2 നോക്കി, കണ്ടീഷൻ നോക്കി. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വീണ്ടും സി ഔട്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇതേ ലൈനത്തിൽ ഒരു സ്റ്റാർ കൂടി പ്രിന്റ് ചെയ്തു. ഇതേ ലൈനിൽ അടുത്ത സ്റ്റാർ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും J++ ചെയ്തപ്പോൾ ഇത്രയും J3I. I എപ്പോഴും 2 തന്നെയാണ്. ഐക്ക് മാറ്റം വന്നിട്ടില്ല. I ഇപ്പോഴും 2 ആണ്. J3I. J3I കഴിയുമ്പോൾ ഇവിടെ വീണ്ടും നോക്കി 3 <= 2. അപ്പോൾ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഫാൾസ് ആണ്. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ നേരെ വരെ എവിടേക്കാണ്? ഈ ലൈനിലേക്ക് വരെ. കാരണം ഈ കേളി ബ്രേസ് കഴിഞ്ഞ് അടുത്ത ലൈനിൽ എന്താണെന്ന് വെച്ചാൽ അത് സ്ലാഷനാണ്. അവിടെ റെഡി നിൽക്കും. ഇത് കഴിഞ്ഞ് നേരെ പോവുക I++ലേക്കാണ്. I എത്രയായി? I3I. I3I കഴിഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്തു. 3 <= 5. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഉള്ളിൽ വന്നു J3, J1I. J1 ആകുമ്പോൾ ഇവിടെ നോക്കി 1 <= 3. 1 <= 3 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ ഈ ലൈനിൽ സ്റ്റാർ പ്രിന്റ് ചെയ്തു. J++ എന്ന് പറയുമ്പോൾ ഇവിടെ 2I. അതായത് ഇവിടെ 2 വന്നു. 2 <= 3 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഇപ്പോഴും ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് സി ഔട്ട് സ്റ്റാർ, അടുത്ത സ്റ്റാർ ഇവിടെ പ്രിന്റ് ചെയ്തു. J++ എന്ന് പറയുമ്പോൾ എത്രയായി? J3I. 3 <= 3 എന്ന് പറയുമ്പോൾ വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ വീണ്ടും അടുത്ത ലൈനിൽ ഒന്ന് സ്റ്റാർ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്തു. ആ ലൈനിൽ തന്നെ സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും J++. ഇത് കഴിഞ്ഞാൽ J++ ചെയ്യുമ്പോൾ എത്രയായി? ഇവിടെ 3 വന്നു. J3 നേരത്തെ തന്നെ വന്നു. അത് കഴിഞ്ഞ് J4I. ഓക്കെ, J4 ആകുമ്പോൾ ഇവിടെ I അപ്പോൾ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇവിടെ 4 <= 3. 4 <= 3 എന്ന് പറയുമ്പോൾ എന്തായി? കണ്ടീഷൻ എന്തായി? ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ നേരെ ഈ സി ഔട്ട് സ്റ്റാറിൽ വരും. ഇവിടെ ഒന്ന് നോക്കും. വീണ്ടും I++ എന്ന് പറയുമ്പോൾ എത്രയും? I4I. ഇനി സാധാരണ പോലെ തന്നെ 4-1, 4-2, 4-3, 4-4. അപ്പോൾ ഇവിടെ നമുക്ക് 4 സ്റ്റാർ പ്രിന്റ് ചെയ്യും. 1, 2, 3, 4. 4 കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഫാൾസ് ആവും. കാരണം ഇവിടെ എന്താണ്? ഇവിടെ ആ സമയത്ത് 4 ആണ്. ഇവിടെ ലാസ്റ്റിൽ എന്ത് വരും? 5 വരും. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആവും. പിന്നെ വീണ്ടും I++ എന്ന് പറയുമ്പോൾ ഇവിടെ 5I. 5 <= 5 എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. അപ്പോൾ ഇത് വീണ്ടും 5-1, 5-2, 5-3, 5-4, 5 അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്ര എണ്ണം പ്രിന്റ് ചെയ്യും? ഇവിടെ 5 സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഓക്കെ, അതും കഴിഞ്ഞിട്ട് പിന്നെ I++ ചെയ്യുമ്പോൾ എത്രയാവും? 6 ആവും. 6 ആവുമ്പോൾ ഇവിടെ കണ്ടീഷൻ എന്തായി? ഫാൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെ എന്ന് വെച്ചാൽ അതിലേക്ക് പോകും. ഇതാണ് ഒരു ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ ലോജിക്ക് തന്നെയാണ്. ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ അടുത്ത ഫോർ ലൂപ്പ് എഴുതി. അപ്പോൾ ഈ ഫോർ ലൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ഫോർ ലൂപ്പിൽ കയറി. പിന്നെ ഈ ഒരു ഫോർ ലൂപ്പില്ലേ, അകത്തുള്ള ഫോർ ലൂപ്പ് മുഴുവനായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ എവിടേക്ക് പോകുള്ളൂ? ഔട്ടർ ഫോർ ലൂപ്പിലേക്ക് പോകുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഔട്ടർ ഫോർ ലൂപ്പിൽ വന്ന് ടെസ്റ്റ് ചെയ്യും. ഇന്നർ ഫോർ ലൂപ്പിൽ വരും. വീണ്ടും അത് മുഴുവനായിട്ട് കഴിഞ്ഞാലേ ഔട്ടർ ഫോർ ലൂപ്പിലേക്ക് വരും. ഇതാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് മെക്കാനിസം. അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ
കുറച്ചും കൂടി എക്സാമ്പിൾ പ്രോഗ്രാംസ് ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച 3 ലൂപ്സ് ഉണ്ടല്ലോ, വൈൽ, ഡു വൈൽ, ഫോർ. ഈ 3 ലൂപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ എക്സാമ്പിൾ വീതം പ്രോഗ്രാംസ് ചെയ്യാനുണ്ട്. അതിനുശേഷം പിന്നെ ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് ടോപ്പിക് ഉണ്ട്, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം ഇത്രയും മതി.